വെൽക്കം ബാക്ക് ടു ഷിബ്ലാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് റംസാനൊക്കെയല്ലേ വരുന്നത്, അപ്പോൾ റംസാനിന് കൂടുതലും സ്നാക്സ് ഒക്കെയല്ലേ നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ സ്നാക്സ് ഒക്കെ നമ്മൾ നോക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. ചിക്കൻ നഗറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രോസൺ ആയിട്ട് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ചിക്കൻ നഗറ്റ്സ് എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ചിക്കൻ നഗറ്റ്സ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ട, എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞാൻ ഈ ഒരു നഗറ്റ്സ് തയ്യാറാക്കാനായിട്ട് ഇവിടെ ഒരു 200 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒട്ടും എല്ലില്ലാത്ത ചിക്കൻ വേണം എടുക്കാനായിട്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കണം. നമ്മൾ ചിക്കൻ പച്ചക്ക് അരച്ചെടുത്തിട്ടാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നത്. അപ്പം ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പൊടിക്കുന്ന ജാർ എടുക്കണം കേട്ടോ. പൊടിക്കുന്ന ചെറിയ ജാർ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അരിഞ്ഞു കിട്ടും. ഇനി നമ്മൾ ഇതിലോട്ട് ഒരു 3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് പെപ്പർ പൗഡറാണ്. ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് എപ്പോഴും കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, പെട്ടെന്ന് കൂടിപ്പോവും ഇതിന് ഉപ്പ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങ് ചേർത്ത് കൊടുക്കണ്ട, ആദ്യം തന്നെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ അരച്ചു കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കണം, എന്നിട്ടാണ് നമ്മൾ നഗറ്റ്സ് തയ്യാറാക്കി എടുക്കുന്നത്. ഇപ്പം ഞാൻ അരച്ചതൊരു പാത്രത്തിലോട്ട് മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 3-4 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരത്തിന് ഒരു 2 ടീസ്പൂൺ മൈദയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 ടീസ്പൂൺ കോൺഫ്ലോറോ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചൊന്ന് കൂടാനും അതുപോലെ തന്നെ ഒന്ന് സ്റ്റിക്കി ആവുന്നത് പോകാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബ്രെഡ് ക്രംസോ അല്ലാന്നുണ്ടെങ്കിൽ മൈദയോ കോൺഫ്ലോറോ ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല, കാരണം ചിക്കനിൽ ഓൾറെഡി ചെറിയൊരു ഓയിലിൻ്റെ അംശമുണ്ട്. അതുകൊണ്ട് തന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവുന്നില്ല നഗറ്റ്സ് ചെയ്യുമ്പോഴേ. അപ്പം നമ്മളിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പ് ആക്കി എടുക്കണം. അപ്പോൾ ഷേപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കി എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആവുന്നത് ആ ഒരു ഷേപ്പ് ആക്കി എടുക്കാം. ഞാൻ ഏതായാലും ഒരു ക്യൂബ് ഷേപ്പ് ആക്കിയിട്ടാണ് എടുക്കുന്നത്, കാരണം പൊതുവേ നഗറ്റ്സ് ഉണ്ടാവുക ക്യൂബ് ഷേപ്പിലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യൂബ് ഷേപ്പ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏത് ഷേപ്പാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനിത് കൈ വെച്ചിട്ട് ഇതുപോലെ ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. കുക്കി കട്ടറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഷേപ്പാക്കി എടുക്കുമ്പോൾ പെട്ടെന്ന് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാനിത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. കുറച്ചധികം ചിക്കൻ എടുക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് ചിക്കൻ്റെ മീറ്റ് മാത്രം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഒരു മടുപ്പ് തോന്നും കഴിക്കുമ്പോൾ. ഒരു 1-2 എണ്ണം കഴിക്കുമ്പോൾ തന്നെ മതിയായി എന്നുള്ള ഫീൽ തോന്നും. അത് ടേസ്റ്റ് ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ പെട്ടെന്നൊരു വേറെ നിറയുന്നൊരു ഫീല് തോന്നും. ചെറിയതാണെങ്കിലും കഴിക്കുമ്പോൾ തന്നെ ഒരു വേറെ നിറയുന്നൊരു ഫീല് തോന്നും കേട്ടോ ഇത് കഴിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കണം എന്നൊന്നുമില്ല. അപ്പോൾ അതായത് നമ്മുടെ എല്ലാം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ പൊരിച്ചെടുക്കുന്നതിന് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡ് ക്രംസും അതുപോലെ തന്നെ ഒരു മുട്ടയും കൂടി പൊട്ടിച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു മുട്ടയുടെ ആവശ്യം ഇത്രയും നഗറ്റ്സിലോട്ട് വേണ്ടി വരുന്നില്ല, പക്ഷെ ഒന്നിൻ്റെ പകുതി എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മുട്ട ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നഗറ്റ്സ് നമ്മുടെ എഗ് മിക്സിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എഗ്ഗിൽ മുക്കിയ അതേ കൈ വെച്ചിട്ട് തന്നെ നിങ്ങൾ ബ്രെഡ് ക്രംസിലും കൂടി മുക്കരുത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ബ്രെഡ് ക്രംസ് കേടായി പോവും. അതുകൊണ്ട് തന്നെ ഒരു കയ്യിൽ നിങ്ങൾ മുട്ടയിൽ കോട്ട് ചെയ്തെടുക്കുക, മറ്റേ കയ്യിൽ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബ്രെഡ് ക്രംസ് കേടാവാണ്ട് നമുക്ക് ആ മുഴുവൻ ബ്രെഡ് ക്രംസും യൂസ് ചെയ്യാൻ പറ്റും. ഒരേ കയ്യിൽ ചെയ്യുകയാണെങ്കിൽ പകുതി ബ്രെഡ് ക്രംസും കേടായി പോകും. ഇപ്പം ഞാൻ എല്ലാം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എനിക്ക് ഈ ഒരു അളവ് വെച്ചിട്ട് ഒരു 10 നഗറ്റ്സ് ആണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക കേട്ടോ. കാരണം ഇതിലുള്ള ചിക്കൻ എന്ന് പറയുന്നത് പച്ച ചിക്കനാണ്, വേവിച്ചിട്ടുള്ള ചിക്കൻ അല്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വെന്ത് വരാനായിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് ക്രംസും കൂടി ചേർത്ത് കൊടുത്തത് കൊണ്ട് ഹൈ ഫ്ലെയിമിൽ ഇടുകയാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എണ്ണ ചൂടായതിന് ശേഷം ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക. ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഭാഗം തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു 8 മിനിറ്റ് 7 മിനിറ്റ് ഒക്കെ നമ്മുടെ എണ്ണയിൽ ഇത് കിടക്കണം. എന്നാൽ മാത്രമേ നല്ലതുപോലെ വെന്ത് വരുള്ളൂ. കരിഞ്ഞു പോകുന്നുള്ള ടെൻഷനൊന്നും വേണ്ട കേട്ടോ. നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ കരിഞ്ഞൊന്നും പോവില്ല. അതുപോലെ തന്നെ പച്ച ചിക്കൻ ആയതുകൊണ്ട് ഉള്ളു വേവോ അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട കേട്ടോ. ഉള്ളു നന്നായിട്ട് വെന്ത് കിട്ടുന്നുണ്ട്. കാരണം നമ്മൾ നല്ല ചൂടായ എണ്ണയിൽ കുറച്ചധികം നേരം തന്നെ വെക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നല്ലതുപോലെ വെന്ത് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ടെൻഷൻ ആണെന്നുണ്ടെങ്കിൽ വേവിച്ച ചിക്കൻ അരച്ചെടുത്താലും മതി കേട്ടോ. പക്ഷെ നഗറ്റ്സിന്റെ പൊതുവെയുള്ളൊരു രീതി എന്ന് പറയുന്നത് പച്ച ചിക്കൻ അരച്ചിട്ട് ചെയ്യുന്നതാണ്. പിന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇഫ്താറിന്റെ സമയത്തൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് ഇത് കേട്ടോ. അപ്പൊ ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. എളുപ്പമാണ്, ഒരുപാട് സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുമല്ലോ. അപ്പൊ അത് ഈ ഒരു കളർ ആവുന്നത് വരെ നമ്മൾ കുക്ക് ചെയ്ത് എടുക്കുക കേട്ടോ. കുറച്ചൊന്ന് നമ്മൾ ഇട്ട് കൊടുത്തതിനേക്കാളും കുറച്ചൊന്ന് വികസിച്ച് വരും ചിക്കൻ വേവുമ്പം. അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു കളർ ആവുമ്പോൾ നമ്മൾ മാറ്റിയാൽ മതി. ഈ ഒരു കളർ ആവുന്നത് വരെ മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഉള്ളത്. ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടേ ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെന്തിട്ടും ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇപ്പം ഞാൻ മാറ്റുന്നത് ഒരു ടിഷ്യൂ പേപ്പറിലോട്ടാണ് കേട്ടോ. ടിഷ്യൂ പേപ്പറിലോട്ട് മാറ്റുമ്പം നമുക്ക് എണ്ണയൊക്കെ അതിൽ എക്സ്ട്രാ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ സഹായിക്കും. അപ്പോൾ അതേ കണ്ടില്ലേ, നമ്മുടെ നഗറ്റ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ പീസസ് ആണ് നഗറ്റ്സ് പൊതുവേ തയ്യാറാക്കുന്നത്. അപ്പോൾ അത് ഒരെണ്ണം തിന്നു കഴിഞ്ഞാൽ തന്നെ നല്ല ടേസ്റ്റും ആണ്, അതുപോലെ തന്നെ നല്ലൊരു വയറ് നിറയുന്ന ഒരു ഫീലും ആണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. പുറമേ നല്ല ക്രിസ്പിയാണ്, ഉൾഭാഗം നല്ല സോഫ്റ്റും ആണ്. അപ്പോൾ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.